നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ കുറ്റപത്രം തയ്യാറായി. പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പുലിഭീതിയൊഴിയാതെ വാണിനഗർ, പട്രെ, പണാജെ, കിന്നിങ്കാർ പ്രദേശങ്ങൾ. വാണിനഗർ സ്കൂളിൽ കുട്ടികളെത്തുന്നത് കുറഞ്ഞു. ആശങ്കയൊഴിവാക്കുവാൻ ജനജാഗ്രതാ യോഗം ചേർന്നു. കാസർകോട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിക്ക് 133 വർഷം കഠിന തടവ്. ഉദ്ദംപെട്ടുവിലെ വിക്ടർ മൊന്തേരയെയാണ് കോടതി ശിക്ഷിച്ചത്. കാഞ്ഞങ്ങാട്ട് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറി. അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 74.8 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. മാധ്യമപ്രവർത്തകൻ ഷാഫി തെരുവത്തെഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ പുസ്തകം പ്രകാശനം ചെയ്തു. മുക്താർ ഉദരംപൊയിൽ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ ശനിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. 7 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 5 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതി മാങ്ങാട് കൂളിക്കുന്നിൽ താമസിക്കുന്ന ഉവൈസ് എന്ന ഉബൈദ്, രണ്ടാം പ്രതി ഇയാളുടെ ഭാര്യയായ മന്ത്രവാദിനി എന്നും ജിന്നുമ്മയെന്നും അറിയപ്പെടുന്ന ഷെമീന, മൂന്നാം പ്രതി പൂച്ചക്കാട്ടെ അസ്നിഫ, നാലാം പ്രതി മധുർ കൊല്യയിലെ ആയിഷ, ഏഴാം പ്രതി പൂച്ചക്കാട്ടെ സൈഫുദ്ദീൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ 5 പേർ. ഡിസംബർ 2-നാണ് ആദ്യ 4 പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ DCRB DYSP ജോൺസണും സംഘവും അറസ്റ്റു ചെയ്തത്. ഇവർ നൽകിയ മൊഴിയെ തുടർന്നാണ് പിന്നീട് സൈഫുദ്ദീനെ അറസ്റ്റു ചെയ്തത്. 1 മുതൽ 3 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരാണ്. 4-ാം പ്രതി തെളിവ് നശിപ്പിക്കുവാനും ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച 596 പവൻ സ്വർണത്തിൽ നിന്നും ഒരു ഭാഗം ബാങ്കുകളിൽ പണയപ്പെടുത്തുവാനും സഹായിച്ച കുറ്റത്തിനാണ് അറസ്റ്റിലായത്. 1 മുതൽ 3 വരെ പ്രതികളും 7-ാം പ്രതിയായ പൂച്ചക്കാട്ടെ സൈഫുദ്ദീനും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 4-ാം പ്രതി ആയിഷയ്ക്ക് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പ്രതികൾ അറസ്റ്റിലായി 90 ദിവസം തികയുന്നതിന് മുൻപാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യപ്രതികൾക്ക് ജാമ്യം കിട്ടുവാൻ സാധ്യത കുറവാണ്. നിരവധി ബാങ്കുകളിൽ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങളും കാസർകോട്ടെ ജ്വല്ലറികളിൽ വിൽപ്പന നടത്തിയ 117 പവനോളം സ്വർണ്ണാഭരണങ്ങളും പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് കുറ്റപത്രം സമർപ്പിക്കുക. ശനിയാഴ്ചയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുകയെന്ന് DYSP ജോൺസൺ വെളിപ്പെടുത്തി. അറസ്റ്റിലാകുവാനുള്ള മറ്റ് 2 പ്രതികളെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുലിഭീതിയൊഴിയാതെ വാണിനഗർ, പട്രെ, പണാജെ, കിന്നിങ്കാർ പ്രദേശങ്ങൾ. പലരും വീട് വിട്ട് പുറത്തിറങ്ങുവാൻ തന്നെ ഭയപ്പെടുകയാണ്. വാണിനഗർ സ്കൂളിൽ കുട്ടികൾ എത്തുന്നതും കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ യോഗം ചേർന്നു. ജനപ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. കൊളത്തൂർ നെടുവോട്ട് ഞായറാഴ്ച രാത്രി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ തുറന്നുവിട്ടെന്ന് പറയുന്ന ചെണ്ടത്തടുക്ക വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലുള്ളവരുടെ ആശങ്ക ഓരോ ദിവസം കൂടുന്തോറും ഏറുകയാണ്. വാണിനഗർ, പട്രെ, പാണാജെ, കിന്നിങ്കാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാം വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. പലരും വീട് വിട്ട് പുറത്തിറങ്ങുവാൻ തന്നെ ഭയപ്പെടുകയാണ്. പ്രദേശത്തെ പ്രധാന സ്കൂളായ വാണിനഗർ പട്രെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. SSLC പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങുവാനിരിക്കെയാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ യോഗം ചേർന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, എൺമകജെ പഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖര JS, ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ അഷ്റഫ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കുമാർ CV, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ്, PF അരുൺ, RRP സെക്ഷൻ ഓഫീസർമാരായ ജയകുമാർ, രാജു, എൺമകജെ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BS ഗാംഭീർ, പഞ്ചായത്ത് മെമ്പർമാരായ നരസിംഹ പൂജാരി, രാമചന്ദ്ര M, മുൻ പഞ്ചായത്തംഗം രവി വാണിനഗർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പട്രെ,
പഡ്രെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വാസുദേവ നായക്, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ തുടങ്ങി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിക്ക് 133 വർഷം കഠിന തടവും 4,50,000 രൂപ പിഴയും ശിക്ഷ. വോർക്കാടി ഉദ്ധംപിട്ടുവിലെ വിക്ടർ മൊന്തേരോയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. 2021 സെപ്റ്റംബർ 10 മുൻപുള്ള ഒരാഴ്ചയും 1 വർഷം മുൻപുള്ള ഒരു ദിവസവും വോർക്കാടി ഉദ്ധംപട്ടു എന്ന സ്ഥലത്തുള്ള പ്രതിയുടെ വീട്ടിൽ വെച്ച് 6 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിലാണ് ശിക്ഷാവിധിയുണ്ടായിരിക്കുന്നത്. പ്രതി വിക്ടർ മൊന്തേരോയെ 133 വർഷം കഠിന തടവിനും 4,50,000 രൂപ പിഴയടക്കുവാനുമാണ് കാസർഗോഡ് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷിച്ചത്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 18 മാസം അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ മഞ്ചേശ്വരം ഇൻസ്പെക്ടറായിരുന്ന എ സന്തോഷ് കുമാറാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രിയ AK ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറി. അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ബൈക്കിനെ ഇടിച്ച ശേഷമാണ് കാർ കടയിലേക്ക് പാഞ്ഞുകയറിയത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപം കാർ കടയിലേക്ക് പാഞ്ഞുകയറിയ സംഭവമുണ്ടായത്. നിയന്ത്രണം നഷ്ടമായ കാർ ഒരു ബൈക്കിനെ ഇടിച്ചതിന് ശേഷമാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. സമീപത്തെ കടയിലെ CCTV ക്യാമറയിലാണ് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. ഞെട്ടിക്കുന്നതാണ് ഈ അപകട ദൃശ്യങ്ങൾ. ബൈക്കിൽ കാർ ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിലുണ്ടായിരുന്നയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരനായ യുവാവിനാണ് പരിക്കേറ്റത്. ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഭാഗത്ത് വാഹനങ്ങൾ പലപ്പോഴും അമിത വേഗതയിലാണ് പോകുന്നതെന്ന് പരാതിയുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുവാൻ പോലീസും ബന്ധപ്പെട്ട അധികാരികളും ശ്രദ്ധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 74.8 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. മിയാപദവ് ബേരിക്കയിലെ സയ്യിദ് അഫ്രീദ്, S മുഹമ്മദ് ഷമീർ എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെയാണ് മയക്കുമരുന്ന് വേട്ട നടന്നത്. മീഞ്ച കൊളവയലിൽ നിന്നും സയ്യിദ് അഫ്രീദും S മുഹമ്മദ് ഷമീറും സഞ്ചരിച്ച സ്കൂട്ടർ മഞ്ചേശ്വരം SI രതീഷും സംഘവും തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു. വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന മയക്കുമരുന്നാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് സംഘത്തിൽ ASI സദൻ, പോലീസുകാരായ രജീഷ് കാട്ടാമ്പള്ളി, നിജിൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ കല്ലങ്കയിൽ റോഡ് റോളറിൽ കാറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം തിരൂരങ്ങാടി മമ്പറത്തെ മഹബൂബാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മലപ്പുറം ചെമ്മാട്ടെ PK റിയാസിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. മംഗളൂരു ഭാഗത്തു നിന്ന് വരികയായിരുന്ന മഹബൂബും സുഹൃത്തും സഞ്ചരിച്ച കാർ റോഡ് റോളറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. 2 പേരെയും ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മെഹബൂബ് മരണപ്പെട്ടിരുന്നു. മാധ്യമപ്രവർത്തകൻ ഷാഫി തിരുവത്തെഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ പുസ്തകം പ്രകാശനം ചെയ്തു. കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ മുക്താർ ഉദരംപൊയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഷാഫി തെരുവത്ത് എഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ മുക്താർ ഉദരംപൊയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി പുസ്തകം ഏറ്റുവാങ്ങി.
പുണ്യഭൂമിയിലൂടെയുള്ള തീർത്ഥയാത്ര വായനക്കാരെ അനുഭവിപ്പിക്കുവാൻ ഈ പുസ്തകത്തിലൂടെ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പുസ്തക പ്രകാശനത്തിന് ശേഷം സംസാരിക്കവേ മുക്താർ പറഞ്ഞു. അനുഭവങ്ങളും അനുഭൂതിയും കൈമുതലായുള്ള ഷാഫിക്ക് ഉദാത്തമായ കൃതികൾ ഇനിയും മലയാണ്മയ്ക്ക് കാഴ്ചവെക്കുവാൻ കഴിയട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, പലതരത്തിലുള്ള പ്രകാശനങ്ങളും മറ്റ് പരിപാടികളും നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങുമ്പോൾ ആ പുസ്തകത്തേക്കാൾ എന്നെ ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കിയത് അത് എഴുതിയ ആളുടെ പേരാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചു. നമ്മള് ഇവിടെ ഈ മക്ക മദീന എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായിട്ടുള്ള രണ്ട് ദേശങ്ങളാണ്. പുണ്യം ആഗ്രഹിച്ച് മുസ്ലിങ്ങൾക്ക് തീർത്ഥയാത്ര നടത്താവുന്ന 3 സ്ഥലങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ 2 സ്ഥലമാണ് മക്കയും മദീനയും. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. പത്മനാഭൻ ബ്ലാത്തൂർ, CL ഹമീദ്, MV സന്തോഷ് കുമാർ, മറ്റ് സാഹിത്യ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യ സ്നേഹികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഞ്ചാവ് കേസിൽ പിടികൂടാൻ പോയപ്പോൾ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കളനാട്ടെ KK സമീറിനെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം 4 വിദ്യാർത്ഥികളെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയിരുന്നു. കഞ്ചാവ് നൽകിയത് സമീറാണെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ സമീർ പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കേസ്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനുമാണ് KK സമീറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ 15-16 വയസ്സുള്ള 4 കുട്ടികളെ 12.06 ഗ്രാം കഞ്ചാവുമായി വ്യാഴാഴ്ച പോലീസ് പിടികൂടിയിരുന്നു. കഞ്ചാവ് നൽകിയത് സമീറാണെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീറിനെതിരെ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി കളനാട്ടെത്തിയപ്പോൾ ആക്രമിച്ചുവെന്നാണ് കേസ്. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നീർച്ചാൽ കുണ്ടിക്കാനയിലെ CH ഭക്തശൈവലിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. പിന്നീട് കേസിൽ മേൽപ്പറമ്പ് SI K വേലായുധനും സംഘവും ചേർന്ന് സമീറിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൻ നഗരങ്ങളിൽ മാത്രമല്ല, ഹൈടെക് ഷോപ്പിംഗ് അനുഭവം ഇനി കാസർഗോട്ടും. അത്യാധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര, സീരിയൽ താരം ജിഷിൻ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആധുനിക മാറ്റങ്ങളുമായി വികസന രംഗത്ത് മുന്നേറ്റം സൃഷ്ടിക്കുന്ന കാസർഗോഡിന് തിലകച്ചാർത്തായി ഇനി ടോട്ടോ ഹൈപ്പർ മാർക്കറ്റും. കാസർഗോഡ് നഗരത്തിന് പ്രൗഢിയേകി MG റോഡിൽ സിറ്റി ടവറിന് എതിർവശം മാൾ ഓഫ് കാസർഗോഡ് കെട്ടിട സമുച്ചയത്തിലാണ് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചത്. ഏറ്റവും വിശാലമായ സൗകര്യമുള്ളതും വൻ നഗരങ്ങളിലേതുപോലെയുള്ള സജ്ജീകരണങ്ങളുമുള്ള ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് കാസർഗോഡിന് പുതിയ ഷോപ്പിംഗ് അനുഭവമാണ് പകർന്നു നൽകുക. പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര, സീരിയൽ താരം ജിഷിൻ മോഹൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മനോഹരമായ വാക്ചാതുര്യം കൊണ്ട് ലക്ഷ്മി നക്ഷത്ര വേദിയെ ഇളക്കി മറിച്ചു. ടോട്ടോന്റെ അതും ഇനി കാസർഗോഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഹൈപ്പർ ആവാൻ വേണ്ടി പോവാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ്. അതും മോൾ ഓഫ് കാസർഗോഡിന് സ്വന്തമായിരിക്കുന്നത് ദ ബിഗസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇൻ കാസർഗോഡ് എന്നുള്ളത് ഇവിടെ തന്നെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉള്ളിലത്തെ തിരക്കും അത്ര അധികമാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡുള്ള എല്ലാവരും ഭയങ്കര ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. സോ അദ്ദേഹം ഇപ്പൊ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടാവും 12 മണി വരെ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് എല്ലാവരും പറഞ്ഞത്. കാസർഗോഡിനോടുള്ള പ്രിയമറിയിച്ചും കാസർഗോഡിനെ പ്രശംസിച്ചുമുള്ള ജിഷിൻ മോഹന്റെ സംസാരം സദസ്സ് ഹർഷാരവത്തോടെയാണ് ശ്രവിച്ചത്. ഫാഷൻ കേരളത്തിലെ ഏറ്റവും ആദ്യം ഫാഷൻ വരുന്നത്, ഫാഷൻ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എല്ലാവരും നല്ല തുള്ളത്തികളും നല്ല വെളുത്ത് പാർന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ.
MLA-മാരായ N.A. നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് ടോട്ടോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്. എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏറ്റവും മികച്ച നിരക്കിൽ ടോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും സ്വന്തമാക്കാവുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും ഇവിടെ നിന്നും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി, ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് അവതരിപ്പിച്ചു. മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി, ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ് അവതരിപ്പിച്ചു. മുഹമ്മദ് സിദ്ദീഖിന്റെ 5ാമത്തെ ബജറ്റായിരുന്നു ഇത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ബജറ്റ് അവതരണം പൂർത്തിയാക്കി. മാലിന്യ സംസ്കരണത്തിനായി 2 കോടി രൂപ ചെലവിൽ FSTP സ്ഥാപിക്കും. സ്വച്ഛ് ഭാരത് മിഷനിൽ നിന്ന് ലഭ്യമായ 2 കോടി രൂപ ഗ്രാന്റ് ഇതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 2,90,03,000 രൂപ ജനറൽ പർപ്പസ് ഫണ്ടായി ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പദ്ധതി ചെലവുകൾക്കായി കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സാധാരണ വിഹിതമായ 4,44,71,000 രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ 1,58,05,000 രൂപയും SCP ഗ്രാന്റ് 49,92,000 രൂപയും TSP ഗ്രാന്റായ 11,79,000 രൂപയും ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ആകെ 85 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ഭവന പദ്ധതിയായ ലൈഫ് മിഷനോടൊപ്പം നടപ്പിലാക്കിയ ലൈഫ് ഭവന പദ്ധതിക്ക് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വികസനത്തിനായി ആകെ 50 ലക്ഷം രൂപ വകയിരുത്തി. കുട്ടികളുടെ മേഖലയിൽ 60 ലക്ഷം രൂപ വകയിരുത്തി. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉന്നമനത്തിനായി ബജറ്റിൽ 37 ലക്ഷം രൂപ വകയിരുത്തി. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ആകെ 5.5 കോടി രൂപ അനുവദിച്ചു. വിവിധ വാർഡുകളിലെ നിലവിലുള്ള കുടിവെള്ള പദ്ധതികളുടെ മെച്ചപ്പെടുത്തലിനും പുതിയ പദ്ധതികൾക്കുമായി 38 ലക്ഷം രൂപ അനുവദിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിൽ 28,49,81,819 കോടി രൂപയുടെ വരുമാനവും 28,16,31,000 കോടി രൂപയുടെ ചെലവും 33,50,819 ലക്ഷം രൂപയുടെ കരുതൽ ധനവുമുണ്ടെന്ന് ബജറ്റ് അവതരണത്തിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബേക്കൽ പട്ടത്താന ശാരദാംബ ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മുണ്ടോട് രാധേശ്യാം ഭട്ട് കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടത്താന ശാരദാംബ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമായി. ശ്രീ ഭാരതി തീർത്ഥ സ്വാമികൾ, ശ്രീ വിധുശേഖര ഭാരതി തീർത്ഥ മഹാസ്വാമികൾ എന്നിവരുടെ അനുഗ്രഹത്തോടെ മാർച്ച് 7 വരെ നടക്കുന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ മുണ്ടോട് രാധേശ്യാം ഭട്ട് അവരുടെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതിയാണ് പ്രതിഷ്ഠാ ദിവസം. പിന്നെ ബ്രഹ്മകലശം 7-ാം തീയതി, മാർച്ച് 7-ാം തീയതിയാണ്. നമ്മളെ സ്വാമിജിയായ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയാണ് ഇതിൻ്റെ ഗൗരവാധ്യക്ഷൻ, ഓണററി പ്രസിഡൻറ്റ്. പിന്നെ ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ ഓണററി പ്രസിഡൻ്റായിട്ടുണ്ട്. അതുപോലെ ബദിയടുക്ക വസന്തപ്പൈ, ബദിയടുക്ക കൃഷ്ണജയപാലമാർ മാംഗ്ലൂർ, ജയദേവ ഖണ്ഡിക നീർച്ചാൽ, ഡോക്ടർ മുകുന്ദ്, ഡോക്ടർ H. പ്രഭാകർ, ഡോക്ടർ പതഞ്ജലി, പിന്നെ ഡോക്ടർ പത്മനാഭ ഭട്ട് കാസർഗോഡ്, അനന്തഗോവിന്ദ ശർമ്മ അകൽപ്പാടി, ഇവരെല്ലാവരും ഈ കമ്മിറ്റിയിൽ ഭാരവാഹികളായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ദിവസം എല്ലാ ധാർമ്മിക വിധാനങ്ങളും പിന്നെ ഭക്തജനങ്ങൾക്ക് അന്നദാനം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി 3 നേരം അന്നദാനത്തിൻ്റെ വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട്. SL ഭാരദ്വാജ്, N. പ്രഭാകരൻ, രാധാകൃഷ്ണ ഉളിയത്തടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 17-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ പ്രതിയെ പോലീസ് പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തു. അടൂർ പാണ്ടിയിലെ സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ആത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരിയായ പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. കടുത്ത വയറുവേദനയെ തുടർന്നാണ് പെൺകുട്ടി ആശുപത്രിയിൽ പോയത്. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തി. ഇക്കാര്യം ഡോക്ടർ ആത്തൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു.
കൂടാൽ മീർക്കള ALP സ്കൂൾ 88ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടാൽ മീർക്കള ALP സ്കൂൾ വാർഷികം നാടിന്റെ ആഘോഷമായി. സ്കൂൾ മാനേജർ ഖാദർ ഹാജി BA പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നത്തെ നന്മയുള്ള മനുഷ്യന്മാർ കാളവണ്ടിയിൽ സഞ്ചരിക്കുന്ന കൂടാൽ മേർക്കലയുടെ ഒരു കാലത്ത് വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയം തുടങ്ങി വെച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കാളും കൂടുതൽ പഴക്കമുള്ള കാലത്ത് അവർ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും ടെക്നോളജി ലോകത്ത് ഏറ്റവും വികാസം പ്രാപിച്ച ഒരു കാലത്ത് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ സ്ഥലത്തല്ല, പഴയ സ്ഥലത്ത് തുടങ്ങി ഈ സ്ഥലത്തേക്ക് പുതിയ സംവിധാനത്തോടു കൂടി കൈമാറ്റം ചെയ്ത എയ്ഡഡ് സ്കൂളിന്റെ വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. പൈവളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി K അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്ലാനിംഗ് കമ്മീഷൻ അംഗം VV രമേശൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ അബ്ദുറഹ്മാൻ, ബ്ലോക്ക് മെമ്പർ ഫാത്തിമ സുഹറ, പൈവളികെ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് ചിപ്പാർ, വാർഡ് മെമ്പർ അശോക് ഭണ്ഡാരി, കാസർഗോഡ് DEO ദിനേശ് AV, മഞ്ചേശ്വരം AEO രാജഗോപാൽ, ശ്യാം ഭട്ട്, സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ P തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശശികുമാർ കുളൂരിന്റെ ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കാസർഗോഡ് ബ്ലഡ് ബാങ്ക് അധികൃതരുടെ സഹായത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നൽകാം ജീവന്റെ തുള്ളികൾ എന്ന ശീർഷകത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചെർക്കളയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. നൽകാം ജീവന്റെ തുള്ളികൾ എന്ന ശീർഷകത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിൻ്റെ ഭാഗമായി ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി കാസർഗോഡ് ബ്ലഡ് ബാങ്ക് അധികൃതരുടെ സഹായത്തോടെ വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് MM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള, മണ്ഡലം സെക്രട്ടറി നാസർ ചെർക്കള, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇക്ബാൽ ചേരൂർ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാരിസ് തായൽ, മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് സന്തോഷ് നഗർ, ബ്ലഡ് കെയർ ജില്ലാ കോർഡിനേറ്റർ ജലീൽ തുരുത്തി, മണ്ഡലം കോർഡിനേറ്റർ ഖലീൽ ഷെയ്ഖ്, അബ്ദുൽ ഖാദർ സിദ്ദ, ഫൈസൽ പൊടിപ്പള്ളം, അബ്ദുൽ റഹ്മാൻ മേനങ്കോട്, ഖലീൽ മാവിനക്കട്ട, നിസാം എരിയപ്പാടി, സത്താർ പള്ളിയാൻ, ഹാഷിം ബംബ്രാണി, ഹർഷാദ് എതിർത്തോട്, മാലിക് ചെങ്കള, മാഹിൻ ആലമ്പാടി, CB ലത്തീഫ്, ഫൈസൽ പച്ചു ചെർക്കള, ഉമർ ഖയ്യൂം, ചെർക്കള അജാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. M കുഞ്ഞമ്പു പൊതുവാൾ രചിച്ച വിദ്വാൻ KK നായർ വായനാ വസന്തം പ്രകാശനം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രകാശനം നിർവഹിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ M കുഞ്ഞമ്പു പൊതുവാൾ രചിച്ച വിദ്വാൻ KK നായർ വായനാ വസന്തം പ്രകാശനം ചെയ്തു. നീലേശ്വരം പൊതുജന വായനാശാല ഗ്രന്ഥാലയം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രകാശനം നിർവഹിച്ചു. വത്സല K നായർ പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രന്ഥകർത്താവിനെ ലൈബ്രറി കൗൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ആദരിച്ചു. പത്മശ്രീ പുസ്തകശാല ചെയർമാൻ നാലപ്പാടം പത്മനാഭൻ പുസ്തക പരിചയം നടത്തി. സംഘാടക സമിതി ചെയർമാൻ KC മാനവർമ്മരാജ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിന്ദു P, വിദ്വാൻ KK നായരുടെ സഹധർമ്മിണി വിമല UP എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് M കുഞ്ഞമ്പു പൊതുവാൾ മറുമൊഴി നടത്തി. ജനറൽ കൺവീനർ M മധുസൂദനൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ T വേണുഗോപാലൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. പെരിയ കായംകുളത്ത് ഗീതാജ്ഞാന യജ്ഞത്തിന് തുടക്കമായി. കായംകുളം വിഷ്ണു ദേവസ്ഥാന കമ്മിറ്റിയും കാസർഗോഡ് ചിന്മയ മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പെരിയ കായക്കുളം വിഷ്ണു ദേവസ്ഥാന കമ്മിറ്റി കാസർഗോഡ് ചിന്മയ മിഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് കായക്കുളം വിഷ്ണു ക്ലബ് ഹാളിൽ തുടക്കമായി. മാർച്ച് 3 വരെ വൈകുന്നേരം 7 മണി മുതൽ 8:30 വരെ ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗവും രാവിലെ 6:30 മുതൽ 7:30 വരെ ശങ്കരാചാര്യ വിരചിതമായ സാധനാ പഞ്ചകവുമാണ് പ്രഭാഷണ വിഷയം. പാലക്കാട് എടത്തറ ചിന്മയ മിഷനിലെ ബ്രഹ്മചാരി അഖിലേഷ് ചൈതന്യയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന് തുടക്കം കുറിച്ച് ആചാര്യ വരവേൽപ്പ് നടന്നു. ചെന്നൈ മദ്രാസ് സംസ്കൃത കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ TPR നമ്പൂതിരി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ഒരു മഹാഭാഗ്യം, അതുപോലെ മഹത്തായ പുണ്യകാര്യം ഇതുപോലൊരു ഗ്രാമപ്രദേശത്ത് നടക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ
കാലത്തിന് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് തലമുറകളിലേക്കും എത്തും. അപ്പോൾ ഇതിൻ്റെ സംഘാടകർക്കാണ് ആദ്യം ആ ദൈവാധീനം ഉണ്ട് എന്നുള്ളതിന് നമുക്ക് പ്രത്യേകം ഒരു അഭിനന്ദനം കൊടുക്കണം. അതുപോലെ തന്നെ ചിന്തയാനുഷ്ഠാനം അതിലെ ഭഗവത്ഗീത സംബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വേണ്ടത്. അല്ലാണ്ട് പറയാൻ ഞാൻ നാട്ടുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ലല്ലോ. ഗീതാജ്ഞാന യജ്ഞം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് ആ ഗീത എന്താണ് അതിൻ്റെ ഉദ്ദേശം നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. അർജുനനെ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ദേവസ്ഥാനം പ്രസിഡന്റ് ടി.വി. കമലാക്ഷൻ അധ്യക്ഷനായി. പുല്ലൂർപ്പെരിയ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ കുഞ്ഞികൃഷ്ണൻ, ക്ഷേത്രം സ്ഥാനികൻ പി.വി. അമ്പു, കാസർഗോഡ് ചിന്മയ മിഷൻ പ്രസിഡന്റ് എ.കെ. നായർ എന്നിവർ സംസാരിച്ചു. പി.കെ. കുഞ്ഞിരാമൻ, കെ. വിജയൻ, ടി.വി. മോഹനൻ, കെ. മാധവൻ, വിഷ്ണു ഭാസ്കർ, ലത അരവിന്ദാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. പി.വി. അഭിലാഷ് സ്വാഗതവും സീമ ബാലരാജൻ നന്ദിയും പറഞ്ഞു. മാർച്ച് 3 വൈകുന്നേരം യജ്ഞം അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, പെരിയ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ഉപാധിരഹിത ഹോണറേറിയം അനുവദിച്ച LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ, ആശാവർക്കർമാർക്ക് മിനിമം വേതനവും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും നൽകുക, ആശാമാരെ ആരോഗ്യപ്രവർത്തകരായി അംഗീകരിക്കുക, ആശമാർക്ക് പ്രൊമോഷനും പെൻഷനും ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു കാസർഗോഡ് ജില്ലാ ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ആ പ്രണയം നിങ്ങൾക്കുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രണയം നിങ്ങൾ കാണിക്കേണ്ടത് ഒന്ന് രാജ്യത്തിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ വിഷയം ഉന്നയിക്കാൻ ആ പാർലമെന്റിന് മുമ്പിലേക്ക് ഒരു വലിയ ചെറുത്തുനിൽപ്പ് സമരത്തിന് ഞങ്ങൾ തയ്യാറുണ്ട്. CITUവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും തീഷ്ണമായ സമരത്തിലേക്ക് പോവാണ്. ഇപ്പൊ മാർച്ച് മാസത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് നമ്മുടെ രാജ്യത്തിനകത്ത് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവാണ്. ജില്ലാ പ്രസിഡന്റ് വി പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഇ രമണി സ്വാഗതം പറഞ്ഞു. എ മാധവൻ, കെ ചന്ദ്രൻ, MR ദിനേശൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസി വ്യവസായി പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ കുറ്റപത്രം തയ്യാറായി. പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. പുലിഭീതിയൊഴിയാതെ വാണിനഗർ, പട്രെ, പണാജെ, കിന്നിങ്കാർ പ്രദേശങ്ങൾ. വാണിനഗർ സ്കൂളിൽ കുട്ടികൾ എത്തുന്നത് കുറഞ്ഞു. ആശങ്കയൊഴിവാക്കുവാൻ ജനജാഗ്രതാ യോഗം ചേർന്നു. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിക്ക് 133 വർഷം കഠിന തടവ്. ഉദ്ദംപെട്ടുവിലെ വിക്ടർ മൊന്തേരയെയാണ് കോടതി ശിക്ഷിച്ചത്. കാഞ്ഞങ്ങാട്ട് കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറി. അതിഞ്ഞാൽ കോയാപ്പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 74.8 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. മാധ്യമപ്രവർത്തകൻ ഷാഫി തെരുവത്തെഴുതിയ മക്ക മദീന പുണ്യഭൂമിയിലൂടെ പുസ്തകം പ്രകാശനം ചെയ്തു. മുക്താർ ഉദരംപൊയിൽ പ്രകാശനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.